ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കുറവുണ്ട് എന്ന ഒരു ആനുകൂല്യത്തിലാണ് ആളുകൾ ഇതിലേക്ക് വരുന്നതെന്നും എനിക്ക് മനസ്സിലായി. മൂല്യങ്ങളെ ഉൾക്കൊള്ളാനല്ല സമൂഹം വരുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഉന്നതമായ മൂല്യങ്ങളാണ് സമൂഹത്തിന്. നമ്മൾ ആചാരവും അനുഷ്ഠാനവും നമ്മുടെ വിഷയമേ അല്ല. ആചാരവും അനുഷ്ഠാനവും ലോകത്തിന്റെ വിഷയമല്ല. ഒരാൾ രണ്ടു നേരം കുമ്പിട്ടാൽ ലോകത്തിന്റെ വിഷയമൊന്നുമല്ല. ഒരാൾ ആമീൻ പറഞ്ഞാൽ ലോകത്തിന്റെ വിഷയമൊന്നുമല്ല. അത് ഒരാൾ അത്തഹിയ്യാത്ത് ചൊല്ലിയാൽ ലോകത്തിന്റെ വിഷയമൊന്നുമല്ല. എനിക്ക് ഓപ്പണായിട്ട് പറയാം, ഉള്ളത് പറയും. എനിക്ക് ആദ്യം ചെലവൊന്നുമില്ല. എനിക്ക് നിങ്ങളാരും ചെലവിനൊന്നും തരുന്നില്ല. എനിക്ക് സർക്കാർ ചെലവിന് തരുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. കാരണം ആമീൻ പറഞ്ഞാൽ എന്താ ലോകം ഇടിഞ്ഞു വീഴും? ഒന്നും വരില്ല. മൂല്യങ്ങളാണ് ലോകത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. അതാണ് ഖുർആന് പറയാനുള്ളത്. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതാണ് ഈ ലോകത്തിന്റെ പ്രശ്നം. ഈ ചില ഇസ്ലാമിനെയും ഖുർആനെയൊക്കെ വിമർശിക്കുന്ന ചില ആളുകൾക്കുണ്ട്. അതിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഒരാൾ 2 റക്അത്ത് കുമ്പിട്ടാൽ എന്താ വിഷയം? കുമ്പിടണമെന്നല്ല ഞാൻ പറയുന്നത്. കുമ്പിട്ടാൽ എന്താ വിഷയം? അത് സാധു മുണ്ടാതെ പള്ളിയിൽ പോയി 2 റക്അത്ത് കുമ്പിട്ട് അവൻ സുഖമായി അവന്റെ വീട്ടിൽ പോയി കടന്നുറങ്ങും. ഒരു കുഴപ്പം ലോകത്തിന് വരാനൊന്നുമില്ല. പക്ഷേ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് ലോകത്തിന് പ്രശ്നമാണ്. ശാസ്ത്രം മൂല്യമില്ലാത്ത ശാസ്ത്രമാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി. ആയുധങ്ങൾ ഒരുപാട്. പണ്ട് നേർക്കുനേർ വെട്ടി മരിച്ചിരുന്ന യുദ്ധത്തിൽ നിന്ന് ഒരു ജനതയെ മുഴുവൻ തകർത്തെറിയാൻ പറ്റുന്ന ആയുധങ്ങളുടെ കണ്ടെത്തേണ്ടതിലേക്ക് ശാസ്ത്ര പുരോഗതി ഉണ്ടായി. പക്ഷെ മൂല്യം നഷ്ടപ്പെട്ടു. മൂല്യം നഷ്ടപ്പെട്ടപ്പോൾ അത് ലോകത്ത് മുഴുവൻ വ്യാപാരമായി, കച്ചവടമായി. ലോകത്ത് 12ഓളം മേജർ ആക്രമണങ്ങൾ, കലാപങ്ങൾ ലോകത്ത് ആസൂത്രിതമായി സംഘടിപ്പിക്കണമെന്ന് ഈ ശാസ്ത്രത്തിന്റെ പേരിൽ അവർ സംഘടിപ്പിക്കപ്പെട്ടു. ആയുധ കച്ചവടങ്ങൾ നടക്കുന്നു. ഇത് ലോകത്തിന് ഇന്ന് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന മൂല്യ തകർച്ചയാണ്. അപ്പൊ മൂല്യങ്ങളില്ലാത്ത ശാസ്ത്രബോധമാണ് അത്. അതിനെക്കുറിച്ച് ഇവിടെ ആർക്കൊന്നും പറയാനില്ല. ഒരു തൊട്ടുകൂടായികയോ ഒരു തീണ്ടിക്കൂടായികയോ ഒരു പള്ളിയിലേക്ക് കയറലോ അമ്പലത്തിലേക്ക് കയറലോ ഒക്കെയാണ് ലോകത്തിന്റെ വിഷയം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇപ്പൊ പോകുന്ന ആളുകൾ പോരാ, ഇനിയും ആളുകൾ പോകണമെന്ന് പറയുന്നതാണ് നവോത്ഥാനം എന്നതിലേക്ക് സമൂഹം, ആ നവോത്ഥാനത്തിൻ്റെയിലേക്ക് ആളുകൾ വന്നു. അതാണ് നവോത്ഥാനം എന്ന വിശദീകരണത്തിലേക്ക് ആളുകൾ വന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും അവിടെ കൊണ്ടുപോയി ഹുണ്ടികകളിൽ സമ്പന്നർക്ക് കാശ് കൊണ്ടുപോയി കൊടുക്കുന്ന ഈ ആചാരവും അനുഷ്ഠാനവും ഇപ്പൊ സമൂഹത്തിൽ പകുതിയോളം ചെയ്യുന്ന ആളുകൾ മാത്രം ചെയ്താൽ പോരാ. അതല്ല നവോത്ഥാനം. ഇനി ബാക്കിയുള്ള ആളുകൾ കൂടി ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും അർപ്പിച്ചെങ്കിലേ നവോത്ഥാനം പൂർത്തിയാകുള്ളൂ എന്ന് നവോത്ഥാനത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ വന്നു. മൂല്യങ്ങളല്ല, മനുഷ്യന്റെ വിജ്ഞാനത്തിന്റെയും ഐഡന്റിറ്റിയുടെയും അവന്റെ അസ്തിത്വത്തിന്റെയും നിലനിൽപ്പല്ല നവോത്ഥാനം എന്നുള്ള ആ കാഴ്ചപ്പാടിലേക്ക് ആളുകൾ വന്നിട്ടില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അസ്തിത്വം അവൻ അംഗീകരിച്ചു കൊടുക്കലാണ്. വിജ്ഞാനത്തെ എത്തിക്സോടുകൂടി ആ വിജ്ഞാനത്തെ ലോകത്തിന് ഗുണകരമായി അവതരിപ്പിക്കലാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും അവന്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കാനുള്ള ആ തലത്തിലേക്ക് മനുഷ്യൻ ഉയരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കണമെന്നില്ല, നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് അനുവദിച്ചു തരികയാണ് ഞാൻ. ഒരാളുടെ അടിമയാകരുത് ഒരാളും. മറ്റതല്ല, ഒരാൾ പറയാ ബാക്കിയുള്ളവരെ കൈയുടെ പിന്നാലെ പോകുക. കൗമു തുബ്ബ ആകുക, താപീയങ്ങളായ കൗമു. ഖുർആൻ പറഞ്ഞ കൗമു തുബ്ബ ആകുക. അൻസാരി പറയാ ബാക്കിയുള്ളവർ അതേപോലെ പോകും. അതുകൊണ്ട് ഞാൻ ഓരോ ക്ലിപ്പ് അതും വിമർശന വിധേയമാക്കുക. എന്ത് പറഞ്ഞാലും വിമർശിക്കാം. ഇങ്ങനെയുണ്ടോ ഒരു ജനത? ഞാനെന്താ പറയണത്, എല്ലാവരും ചിന്തിക്കണം. അതിന്റെ നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാളും ഈ വ്യക്തിപൂജയും വ്യക്തിയുടെ പിന്നാലെ പോക്കും വ്യക്തി ആരാധനയും ഇത് മാറ്റി ഓരോ മനുഷ്യനും അവന്റെ ബുദ്ധി, അവന്റെ ഉള്ളിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ച നിധിയുണ്ട്. ആ നിധി അവൻ കണ്ടെത്തി അവൻ തന്നെ ചിന്തിക്കണം. ഇത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിരന്തരം ഞാൻ അത് പറഞ്ഞു. അപ്പോൾ പറയാം അതും വിമർശനം. മൂപ്പര് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നവരെ പിന്നെന്തിനാ മൂപ്പര് പറയണം? അതും വിമർശന വിധേയം. ഇങ്ങനത്തെ ഒരു ജനതയോട് പിന്നെ ഇത് പറഞ്ഞിട്ട് എന്താണെന്നുള്ളതാണ് ഞാൻ പിന്നെ ചിന്തിക്കുന്നത്. ഞാൻ ഇത് വിചാരിച്ച ഓരോ വ്യക്തിയും അവൻ അസ്തിത്വമുണ്ട്, അവനിൽ ബുദ്ധിയുണ്ട്. ഇപ്പൊ എന്നേക്കാൾ ബുദ്ധി നിങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
സത്യം പറയാലോ. കാരണം നിങ്ങളുടെ അറിവിന്റെ ആഴം എത്രയെന്ന് എനിക്കറിയില്ല. എന്നേക്കാൾ കാരുണ്യമുള്ള ആളുകളാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നിങ്ങളിൽ അർറഹ്മാൻ കുടിയിരിക്കുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ. ഇതല്ല, നമ്മൾ ഒരാൾക്ക് കായ് കൊണ്ടേ കൊടുക്കുക, എന്നിട്ട് അർറഹ്മാനെ കുറിച്ച് മൂപ്പരോട് ചോദിക്കുക. അതെപ്പോ അടുത്തിനോട് ആളുകൾ ചോദിച്ചു, അർറഹ്മാൻ ഫസ്അൽ ബിഹി ഖബീറാണ്. അർറഹ്മാനെ കുറിച്ച് അറിയണമെങ്കിൽ ഖബീറായ ഒരു ഷെയ്ഖുണ്ട് ഇവിടെ, ആ ഷെയ്ഖിനോട് പോയി ചോദിച്ചാലേ ഖബീറിനെ കുറിച്ച് അറിയുള്ളൂ, അർറഹ്മാനെ കുറിച്ച് അറിയുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, അർറഹ്മാനെ കുറിച്ച് അറിയാൻ കാരുണ്യത്തിന്റെ മനസ്സ് ആർക്കുണ്ടോ അവരോട് പോയി ചോദിച്ചാൽ അർറഹ്മാൻ ആരാന്ന് അവർ പറഞ്ഞു. ഇപ്പൊ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ അതിൽ ഖബീറല്ല, സൂക്ഷ്മജ്ഞാനിയല്ല. ഖബീർ എന്ന് പറഞ്ഞാൽ മുഹീത്തായ മുത്തക്കാമിലായ അറിവുള്ളാണ്. ആ വിഷയത്തിൽ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിന്റെ, ഒരു ബുദ്ധിമുട്ടിന്റെ, ഒരു പ്രയാസത്തിന്റെ, ഒരു മഷിഹർ, ഒരു രംഗം കണ്ടാൽ കരളലിയിക്കുന്ന കാരുണ്യവാൻ കുടിയിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഉടമകളുണ്ട് നമ്മളുടെ ഇടയിൽ. ഒരു അലിയിപ്പിക്കുന്ന ദൃശ്യം കണ്ടാൽ അവർ കരഞ്ഞുകൊണ്ടല്ലാതെ അതിനോട് സമീപിക്കില്ല. അവിടെ ഒരു സഹായ ഹസ്തം അവർക്ക് കൊടുക്കാതെ അതിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരോടാണ് റഹ്മാൻ ആരാണെന്ന് ചോദിക്കേണ്ടത്. അവരാണ് അതിനെക്കുറിച്ച് ഖബീർ. അല്ലാതെ ഷെയ്ഖിന് മുഴുവൻ കോടികൾ ഷെയ്ഖിന് കൊണ്ടേ കൊടുക്കുക, ഷെയ്ഖ് അതുകൊണ്ട് നാടുവിടുക, എന്നിട്ട് ഖബീർ ആരാണെന്ന് ആ ഷെയ്ഖ് പറഞ്ഞു തരുന്ന. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഷെയ്ഖിന്റെയും പിന്നാലെ പോണ്ട. നിങ്ങളുടെ ഇമാമും മുബീന് നിങ്ങളുടെ ബുദ്ധി തന്നെയാണെന്ന് അനവധി തവണ പറഞ്ഞു വന്നു. എന്നാലും പറഞ്ഞാൽ പറ്റൂല, ഒരു ഷെയ്ഖ് വേണം ഞങ്ങൾക്ക് ഗുരുവായിട്ട്.